Hi friends, welcome. ഇന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് ഒരു ടേസ്റ്റി സ്നാക്ക് ആണ് ട്ടോ തയ്യാറാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ റവ വേണം. 1 കപ്പ് റവ എടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റവ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഇതിനി മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇതിന് കൂടെ തന്നെ ഒരു ഏലക്കയും കൂടി ചേർത്ത് ഇത് രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസായിട്ടുള്ള മാങ്ങയാണ്. അത് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് റവയും കുതിർന്ന് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇത്രയും സമയം തന്നെ മതി റവ കുതിരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ഏകദേശം ഒരു 1/4 കപ്പാണ് ചേർക്കുന്നത്. കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പൊടി കൂടി ചേർക്കാം. ഗോതമ്പൊടി ഇല്ലെങ്കിൽ മൈദയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പൊടി ചേർക്കുന്ന ഒന്ന് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പൊടിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാല് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് മതിയാവും. അപ്പോൾ നമ്മൾ പാലും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുക. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ചൊരു സോഫ്റ്റ്നെസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡ് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക. എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ, നിങ്ങൾക്കിത് തന്നെ മനസ്സിലാവും. അപ്പോൾ 2 രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒന്ന് ഈ രീതിയിലാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാധാരണ അപ്പച്ചട്ടിയിൽ, ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറേശ്ശെ മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട, ഇത്ര ഒരു പകുതി ഭാഗത്തോളം ഓയിൽ ഇട്ടതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ ഒരു മാവ് വെച്ച് തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ മനസ്സിലാവും, എണ്ണയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ 2 രീതിയിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ഓയിൽ വേണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. രണ്ടും ടേസ്റ്റ് ഒരേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്